ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇവിടെ ഇപ്പം ഉച്ച കഴിഞ്ഞ് 2 മണി കഴിഞ്ഞു കേട്ടോ. നല്ല വെയിലുണ്ട്. അത് ഷാഡോ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കുവാണേ. ചുറ്റുപാടും ഒക്കെ നല്ല പുല്ലും പുൽത്തകടികളും ഒക്കെയുള്ള ഒരു അന്തരീക്ഷമാണ്. ഒരു കുട്ടികളും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കളിക്കുവാനായിട്ട്. കണ്ടില്ല, ഇത് മിക്കവാറും ഞാൻ ഇടുന്ന ഒരു ഗ്രൗണ്ടായ കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും ഇതെവിടെയാണെന്നല്ലേ. അല്ല, ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർക്കുമായിരുന്നേ, എല്ലാത്തിനും ഏതിനും പരിമിതിയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ കഴിയുന്നത്. ആ പരിമിതി ഒന്ന് കടന്ന് പോകണമെന്നുണ്ടെങ്കിൽ കുറേ പാടുപെടണം. ചിലപ്പോൾ കുറേ പേരുടെ വായിൽ നിന്നും കേട്ടിരിക്കും, ഓ അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ അല്ലേ. ഇതൊക്കെ കടന്ന് ആ ലക്ഷ്യത്തിലേക്കൊന്ന് എത്തണമെങ്കിൽ ഒത്തിരി കടമ്പ കടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കടമ്പ കടന്ന് വന്നവർ അവരുടെ ഭൂതകാലവും ഒക്കെ പറയുമ്പോൾ കേട്ടിരിക്കാനും ഒരു സുഖമുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തർക്കും അനുഭവമായിരിക്കുമെന്ന് ഓർക്കുന്നു. ഈ കാലം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അല്ല, ഞാനിപ്പോൾ വരുന്നു, നീ അവിടെ ഇരിക്കുക എന്ന് നമ്മൾ അതിനോട് പറഞ്ഞാൽ അതിരിക്കാൻ പറ്റുകയില്ല. അത് ഓരോ നിമിഷങ്ങൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, വർഷങ്ങൾ ഇങ്ങനെയായിട്ട് എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ പുറകെ ഓടുക എന്നതാണ് നമുക്കുള്ള പണി. അതിൻ്റെ പുറകെ ഓടി എത്ര പേർ ജയിച്ചിട്ടുണ്ട്, എത്ര പേർ അതിനുള്ള പല പ്രയാസങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട് എന്നൊക്കെ തന്നെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരും എന്ത് പറഞ്ഞാലും ഞാൻ ഇത് ചെയ്യും, എന്നെയും കൊണ്ട് ഇതാകും എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മെക്കൊണ്ട് സാധിച്ചെന്നും വരും. അതാ അങ്ങ് ദൂരെ കാണുന്ന ഒരു പ്ലെയിന്, അത് പറന്നു പോകുന്നത് കണ്ടില്ലേ? അതിൻ്റെ ലക്ഷ്യം സ്ഥാനം നോക്കി. അവിടെ അതിൽ എത്രയോ പേര് ആ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ കാണും. ശരിയല്ലേ? അങ്ങനെ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ ശക്തിയായിട്ട് പൊരുതി മുന്നേറാം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വെക്കുകയാണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.